കുഞ്ഞുമണികളെ, സുന്ദരക്കുട്ടന്മാര് കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥ കേട്ടില്ലേ? ഭാഗവത സപ്താഹം കേട്ടിരുന്ന ഒരു കള്ളൻ എന്തായി? മാനസിക ശുദ്ധി വന്ന് നല്ല ഒരു വ്യക്തിയായി തീർന്നു. അതുകൊണ്ടാണ് കുട്ടികളെ നല്ല കഥകൾ ശ്രവിക്കുക, മനനം ചെയ്യുക, മറ്റുള്ളവർ ചെല്ലുന്നത് കേട്ടാലും മതി, അതല്ല സ്വന്തം ജപിച്ചാലും അതിന് ഫലമുണ്ട്. പ്രത്യേകിച്ച് ഈ വൈശാഖ കാലഘട്ടത്തില്, ഈ വൈശാഖത്തില് ഗുരുവായൂരമ്പലത്തിൽ 4 സപ്താഹങ്ങളുണ്ട്. എന്താ സപ്താഹം എന്ന് പറഞ്ഞാ കുഞ്ഞുമണികൾക്കറിയോ? 7 പകല് മുഴുവൻ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ് എൻ്റെ കുഞ്ഞുമണികളെ. അവതാരങ്ങളും 10 അവതാരം എടുത്തതും അതിലുള്ള ഓരോരോ ഉപകഥകളും അങ്ങനെ ഈ കഥകൾ വർണ്ണിച്ചുകൊണ്ട് ഇരിക്കും. ഈ കഥകൾ കേൾക്കാനാണ് സപ്താഹത്തിന് ആളുകൾ വന്നിരിക്കുക. അങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ ഓരോ കഥകൾ പറഞ്ഞപ്പോൾ അത് തന്നെ ആ കള്ളൻ മുകളിലിരുന്ന് കേട്ടു എന്ന് ഞാൻ പറഞ്ഞെന്നില്ലേ? കുഞ്ഞുമണികൾക്ക് അത് ഓർമ്മല്ലേ? മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ സുന്ദരക്കുട്ടന്മാര്? ഇല്ലല്ലോ. അങ്ങനെ എന്താണ് ഈ ഭാഗവതം തന്നെ വായിക്കണം എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അറിയോ കുട്ടികളെ? സപ്താഹമായിട്ട് 7 ദിവസം കൊണ്ട് തീർക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയോ? ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, പ്രത്യക്ഷനായ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഭാഗവതം കുട്ടികളെ. അപ്പം ഭാഗവത പുസ്തകം ഒന്ന് എടുക്കേ, അതല്ല അതിലൊരു നാമം ചൊല്ലേ, അതല്ല നമുക്ക് മറ്റുള്ളവരൊരു കഥ പറയുന്നത് നമ്മൾ കേൾക്കേ, എന്ത് ചെയ്താലും അതിന് ഫലമുണ്ട്. പ്രത്യേകിച്ച് ഈ വൈശാഖ കാലഘട്ടത്തില് ഇതിൽ വൈശാഖ മഹാത്മ്യത്തിൽ തന്നെ ചോദിക്കണ്ടേ ഏറ്റവും നല്ല മാസം ഏതാന്ന് ചോദിച്ചപ്പോൾ അതിൽ പറയുന്നത് എന്താ അറിയോ? വൈശാഖ മാസമാണെന്ന്. അപ്പം വീണ്ടും എടുത്ത് ചോദിക്കുക, വൈശാഖ മാസത്തില് പുണ്യം നിറഞ്ഞ ദിവസങ്ങൾ ഏതൊക്കെയാന്ന്? പുണ്യം നിറഞ്ഞത് 30 ദിവസവും പുണ്യാണ്. അതിലും പുണ്യമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നു അക്ഷയ തൃതീയൊക്കെ, അതൊക്കെ ഈ വൈശാഖ മാസത്തിലാണ് വരുന്നത്. രാമനവമി, ശങ്കരാചാര്യ ജനനം, പിന്നെയോ ഈ ഒരുവിധ എല്ലാ നന്മകളും, നരസിംഹാവതാരം, ഇങ്ങനെയുള്ള അവതാരങ്ങളിൽ 3/4 പങ്കും ഈ വൈശാഖ മാസത്തിലാണ് എൻ്റെ കുഞ്ഞുമണികളെ ഉണ്ടായത്. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് ദിക്കിലിരിക്കലും തന്നുടെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നിടും, ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുഞ്ഞുമണികള് സുന്ദരക്കുട്ടന്മാരായി സ്കൂൾ പൂട്ടിയ കാലത്ത് മിടുക്കന്മാരായിട്ട് എപ്പോഴും ഈശ്വര കഥകൾ കേട്ടിരിക്കണം കേട്ടോ കുഞ്ഞുമണികളെ.